ഗൈസ് നമ്മൾ ചീരപ്പാടത്തിൽ വന്നേക്കണേണ്. ഇത് പച്ചക്കളറുള്ള ചീരയാണ്. നല്ല ഭംഗിയായിട്ട് വെക്കണേണ്. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവിടെ. നന്നായിട്ട് ഈ ചീരയുടെ കൃഷി മാത്രം ഇവിടെ നടക്കണേണ്. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ചീരയൊക്കെ. ഇവിടെയൊക്കെ അതേ പൊടി ചീരകൾ പാകിയിട്ടെല്ലാം മുളച്ച് വരണതേ ഉള്ളൂ. ചുവപ്പ് ചീരയാണിത്. ചുവപ്പുണ്ട്, പച്ചയുമുണ്ട്. ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കണേണ്. എന്നിട്ട് നോക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടുത്തെ ചുവപ്പ് ചീര ഇതൊക്കെ വിരിഞ്ഞ് നിൽക്കണത് കാണാൻ തന്നെ നല്ല രസമാണ്. കണ്ടാ ഗൈസ്, നോക്കിയേ, നന്നായിട്ട് നോക്കിയേ. ആ ചുവപ്പിൻ്റെ ഇടയ്ക്ക് ഓരോ പച്ച ചീരയും കൂടി ആയപ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയാണ്. ഏക്കർ കണക്കിന് ഇങ്ങനെ ചീര മാത്രമാണ് ഇവിടെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കണം. എന്നിട്ട് ചീര എന്താണ് കോഴിവളം, കാലിവളം ഒക്കെയാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ മറ്റേ നമുക്ക് പറ്റാത്ത വളങ്ങളൊന്നും അല്ല. ഒറിജിനലായിട്ടുള്ള നമുക്ക് കാലിവളം, കോഴിക്കാഷ്ടം ഒക്കെയാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. ഒരു പച്ചക്കുത്ത് പോലും ഇല്ലാതെ, ഒരു പുള്ളിക്കുത്ത് പോലും ഇല്ലാതെ നല്ല ഫ്രഷായിട്ടുള്ള നല്ല ചീരയാണ് കാണാനായിട്ട്. കണ്ടാൽ നല്ല രസമാണെന്ന് നോക്കിയ ചീരകൾ. ഇവിടെ മുഴുവൻ ഈ ചീര തന്നെയാണ് പാകി മുളപ്പിച്ചത്. ഇവർ ഈ ചീര എല്ലാം പറിച്ച് ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി വിൽക്കും. ഇപ്പോൾ ഇതെല്ലാം വിൽക്കാൻ പാകമായിട്ട് ഉള്ള വിധത്തിൽ നിൽക്കണേണ് ചീരകൾ. അതിലെ ചെറിയ ചീര, ഏറ്റവും പൊടിച്ചീര അവിടെ നമ്മ കണ്ട്. അപ്പം അതിനും കുറച്ചും കൂടി മുഴുത്ത ചീരയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടി മുഴുത്ത ചീര അപ്പുറത്തുണ്ട്. അപ്പം അതും കാണാനായിട്ട് തന്നെ നമ്മുടെ കണ്ണിന് എന്താണ്, നമുക്ക് കണ്ണിനൊരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണിത്. നല്ല പല മേഖല എന്നുവെച്ചാൽ ചീര തീർന്നു പോകില്ല ഇവിടെ. ചീര തീർന്നു പോകില്ല. ഇത് പറിക്കുമ്പോഴത്തേക്കും അടുത്ത ചീര ആയി തന്നെയാണ്. വേണ്ട, നമ്മൾ നേരത്തെ ആ തട്ടിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടി വലുതാണ് ഇവിടെ കാണുന്ന ചീര. അതിനേക്കാളും കുറച്ചും കൂടി മുഴുത്ത ചീര അപ്പുറത്തുണ്ട്. അങ്ങനെ തട്ടായിട്ട് മണ്ണ് ഭൂമി തട്ടായിട്ട് തിരിച്ചിട്ട് കിളച്ച് മറിച്ച് വളങ്ങളെല്ലാം ഇട്ടേച്ചും ഈ ചീരവത്ത് പാകിയേക്കണേന്. നല്ല ഭംഗിക്കെല്ലാം നിൽക്കണത് കണ്ടാൽ ഇത് രസമാണ് നോക്കി കാണാനായിട്ട്. ഒരു ചേട്ടൻ അവിടെ നിന്ന് നനച്ച് കൊടുക്കണേന് എല്ലാത്തിനും. ഇവിടെ ബോർവീൽ താത്തിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ വെള്ളം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കണേണ്. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ സ്പ്രിങ്കിൾ രീതിയിൽ അവിടെ ചെടി നനക്കണുണ്ട്. അത് കാണാനും നല്ല രസമാണ്. ഇവിടെ മൊത്തം പല സ്ഥലങ്ങളിലായിട്ട് ബോർവീൽ താത്തിയിട്ട് ഇവരിതിന് നനച്ചു കൊടുക്കണേണ്. കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് ഇവിടെ. ഇത് ഉളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ആലുവയിൽ നമ്മൾ 70 രൂപയ്ക്ക് ഓട്ടോറിക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് ആൻറ്റിയുടെ വീട്ടിൽ വന്നതാണ് ഞങ്ങൾ. ആൻറ്റിക്ക് സുഖമില്ലാഞ്ഞിട്ട്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കാണുന്ന ഇവിടെ ഒരു ചീരത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. നമ്മുടെ കണ്ണിനെ കൺകുളിർക്കി കാണാവുന്ന നല്ലൊരു കാഴ്ച. ജൈവവളമാണ് ഇവരിതിന് കൊടുക്കുന്നത്. ആ ജൈവവളമൊക്കെ ഇട്ട് നന്നായിട്ട് ഉണ്ടാക്കണം നല്ല ഒരു ചീരക്കൃഷി. കണ്ട ഇവിടെയൊക്കെ പൊടി ചീരയാണ്. വിത്ത് മുളച്ച് വരണതേ ഉള്ളൂ. ഭംഗിക്കാണ് ഇവരത് പിടിപ്പിച്ചേക്കണത് തന്നെ. കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു നല്ല കൗതുകം ഉണർത്തുന്നൊരു കാഴ്ചയാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇത്രയേ ഉള്ളൂ. നല്ലൊരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.